ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചാടി കയറി പോയിട്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യരുത്. അതിന് ആദ്യം കുറച്ച് റിസർച്ചുകൾ നടത്തണം. നിങ്ങൾ എന്തൊക്കെയാണ് റിസർച്ചുകൾ നടത്തേണ്ടത്, നിങ്ങളെ വീഡിയോസ് എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് റിസർച്ചുകൾ നടത്തണം. എന്താണ് കീവേഡ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കണം, എന്താണ് ടൈറ്റിൽ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ആണോ ടൈറ്റിൽ കൊടുക്കേണ്ടത്, നമ്മളെ മൈൻഡിൽ വരുന്നതാണോ ടൈറ്റിൽ കൊടുക്കേണ്ടത്? ഒരിക്കലും അല്ല. നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്താണോ സെർച്ച് കിട്ടുന്നത്, സെർച്ച് ലിസ്റ്റിൽ വരുന്നത്, ആ ടൈറ്റിലാണ് കൊടുക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നിയ പോലെ ടൈറ്റിൽ അല്ല കൊടുക്കേണ്ടത്. ടൈറ്റിൽ മാത്രമല്ല, ഡിസ്ക്രിപ്ഷന്, ടാഗുകൾ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ താഴത്തെ റിലേറ്റഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുക്കാനും അതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അതല്ല, നിങ്ങൾക്ക് ഒറ്റ ക്ലിക്ക് കൊണ്ട് നിങ്ങൾക്ക് അതിൽ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ പറ്റും. അത് കൂടാണ്ട് നിങ്ങൾക്ക് അത് കീവേഡ്സുകൾ, ഹാഷ്ടാഗുകൾ, പിന്നെ നിങ്ങളെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട പ്രൊസീജിയർ, എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വേറെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബ് എഡിറ്റ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് 16:9 എഡിറ്റ് ചെയ്യേണ്ടത് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.